ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് സുൽത്താൻ കനാൽ പരിസരത്താണ്. സുൽത്താൻ കനാലിന്റെ അരികത്ത് തന്നെ ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് കണ്ട കാഴ്ചയാണ് സുൽത്താൻ കനാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഭിത്തിയൊക്കെ കെട്ടിയിട്ട് ഏകദേശം 10-35 വർഷം കഴിഞ്ഞു. ഇവിടെയൊക്കെ ഭിത്തിയെല്ലാം അതിപ്പോൾ സുൽത്താൻ കനാലിലൂടെ വരുന്ന ഒരു തോണിയാണ്. പഴയങ്ങാടി ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഓക്കെ, ഈ സുൽത്താൻ കനാലിന്റെ ഈ ഭിത്തിയൊക്കെ കണ്ടോ? ഇതൊക്കെ ഇത് ഒരു 10-35 വർഷത്തിന് മുകളിലായി ഇത് കെട്ടിയിട്ട്. ഈ കാണുന്ന ഒരു ബീമാണ്ടോ, അതൊരു പോസ്റ്റാണ്. അത് ലൈറ്റിന്റെ ഒരു പോസ്റ്റാണ്. അതായത് സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ, അതായത് എന്താ പറയുക, കനാലിന് വെച്ചൊരു ലൈറ്റാണ്. കനാൽ ലൈറ്റ് ആ തെങ്ങിന്റെ ഹൈറ്റിൽ ഉണ്ടായിരുന്ന സാധനമാണ്. അത് വീണ് ദ്രവിച്ച് വീണ് കോൺക്രീറ്റ് ഒക്കെ ഇതായിട്ട് വീണ് താഴത്തേക്ക് ഇറക്കി ഇപ്പുറത്തെ കര വരെ എത്തുക സാധനം. അതായത് നമ്മുടെ ഞാനിപ്പം വീഡിയോ എടുക്കുന്ന ഇപ്പോഴത്തെ ഒരു 15 മീറ്റർ എടുത്തുള്ള ഒരു ഇതാണ് കനാലിന്റെ നമ്മുടെ വീതി വരുന്നത്. അപ്പോൾ ഈ ബീം ഇപ്പം വീണിട്ട് ഒരുപാട് കാലമായി, ഒരു 2-3 വർഷത്തിന് മേലെ. ആ ബീം ഒന്ന് എടുത്ത് മാറ്റാനോ ഒന്നിനും കാരണം ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് മത്സ്യബന്ധനം ഇവിടെ കയറ്റുമതിയൊക്കെ ചെയ്യുന്നു. ഈ റൂട്ടിലേക്ക് കയറിയിട്ടാണ്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തൊക്കെയാണ് മത്സ്യം ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഹാർബർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടുന്ന് ചെയ്യുന്നു. അത് അധികൃതർക്ക് ആയിരിക്കും ഇനിയിപ്പം നാട്ടുകാരൊക്കെ ഇടപെട്ട് ഇതിൻ്റെ ഫിഷിങ്ങിൻ്റെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇടപെട്ട് ഇതിൻ്റെ ഏതാ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അതൊരു നിവേദനമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ അത് ആ വീണ് കിടക്കുന്നതൊക്കെ വലിച്ചു കയറ്റി നമ്മുടെ പുഴയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കനാല് എന്ന് പറയുമ്പോൾ വെച്ചാൽ വർഷങ്ങൾ പഴക്കമുള്ള മുമ്പ് ഭിത്തി കെട്ടുന്നതിന് മുമ്പേ കല്ലുകൊണ്ട് കെട്ടിയിട്ട് ഇതൊക്കെയായിരുന്നു. അതൊക്കെ ഒന്ന് നേരെ കഴിഞ്ഞാൽ മണ്ണൊലിക്കും എല്ലാം. അപ്പം പുഴ വീണ്ടും വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ ഒന്ന് കുഴിയെടുത്തതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഈ കണ്ടതാണ് നമ്മുടെ പാലക്കോട് മുട്ടം ബന്ധിപ്പിക്കുന്ന പാലം. ആ പാലത്തിൻ്റെ അടിയിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ പയ്യുന്നത് രാമന്തളി, അങ്ങനെ പടന്ന ആ ഭാഗത്തേക്ക് അങ്ങനെ പോകും. പിന്നെ ഈ കാണുന്നത് ഈ ഭിത്തിയെല്ലാം കണ്ടാൽ ഈ സൈഡ് കെട്ടിയതൊക്കെ 10-35 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം കിടക്കുന്നത്. ആ മേലെ സ്ലാബൊക്കെ ഉണ്ടായിരുന്നു. ആ ഫ്ലാറ്റായിട്ടുള്ള സ്ലാബാണ് ആ കണ്ടത്. എല്ലാം ദ്രവിച്ച് വീണ് കിടക്കുകയാണ്. ഇവിടെയൊക്കെയാണ് ഇപ്പം മത്സ്യം ഇവർ രാത്രിയാകുന്ന സമയത്ത് ഇവിടെയാണ് കെട്ടിവെക്കുന്നത്. ഈ ഫൈബർ ലാലൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് കെട്ടിവെക്കുന്നതും മത്സ്യത്തൊഴിലാളികളെ ഇറങ്ങി പോകുന്നതൊക്കെ ഈ പൊട്ടിപ്പൊടിഞ്ഞ ഈ ഭാഗത്തോട്ടാണ്. അതൊക്കെ ഒന്ന് പ്രോപ്പറായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നാട് നന്നായി വീട് നന്നായി എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ഗുണമുള്ള കാര്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് സുൽത്താനോടെ ഇല്ലാതാവും. ഈ സുൽത്താൻ കനാൽ ഫുള്ള് മണ്ണടിഞ്ഞ് ഇതുപോലെയുള്ള സ്ലാബെല്ലാം അതിൽ വീഴും. പിന്നെ മൊത്തം ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അതുകൊണ്ട് കാണുന്നവർ ആരെങ്കിലും ഇതിന് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ ഇതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവരും മുൻകൈ എടുത്ത് ഇതിനുവേണ്ടി പരിശ്രമിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിജയം നേടാം. ഓക്കെ, താങ്ക് യു.